വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയർ ആണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഹെയർ കെയർ ചലഞ്ച് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്? കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത് നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. മിക്ക ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, നജ്മ, പ്രവാസി വീട്ടമ്മ. അപ്പോൾ നജ്മ, ഹെയറിന് എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയോ? അപ്പോൾ ഒരാഴ്ച നമ്മൾ ഹെയർ ഓയിലിംഗ് ആയിരുന്നു. 3 ടൈപ്സ് ഓയിൽ ഇട്ടിട്ട് നമ്മൾ ഹെയർ മസാജിങ് ആയിരുന്നു ചെയ്തിരുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിൽ, അത് യൂസ് ചെയ്ത് നമ്മൾ ഹെയറിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ പോയി കാണുക. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ആ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഹെയർ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഒരാഴ്ചയായി. അപ്പോൾ നമ്മൾക്ക് ഇനി ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. ഒരാഴ്ച കൊണ്ട് നമ്മൾ മസാജൊക്കെ ചെയ്ത് ഹെയർ നല്ല മോയ്സ്ചറൈസ് ആയി നല്ലൊരു കണ്ടീഷനിലായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇനി നമുക്കൊരു ഹെയർ പാക്ക് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഹെയറിൻ്റെ ഗ്രോത്ത് ഒന്നുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടൊക്കെ ഹെയർ നന്നായിട്ട് നീളം വെക്കുന്നൊക്കെ ഒരുപാട് അങ്ങനത്തെയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വ്യൂവേഴ്സിന് അറിയാത്ത ചില കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയണമെന്ന് തോന്നി. നമ്മളിപ്പോൾ ഒരാളുടെ ഹെയർ എന്ന് പറയണത് 1 മന്തിൽ എത്ര ഹെയർ ലെങ്ത് വയ്ക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമോ? നോർമലായിട്ടുള്ള ഒരാളുടെ ഹെയർ അപ്പോൾ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിലൊന്ന് ക്ഷമിക്കുക. നമ്മളുടെ ഒരു നോർമലായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഹെയർ ഒരു മാസത്തിൽ ഒരു 1.25 സെൻറ്റിമീറ്റേഴ്സ് ആണ്. നോർമൽ ആളുകളുടെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ അത്രേ ഹെയർ ലെങ്ത്ത് വയ്ക്കുള്ളൂ. അത് ഒരു ഇഞ്ചിൽ പറയുകയാണെങ്കിൽ 1/2 ഇഞ്ചാണ് വയ്ക്കുക നമ്മളുടെ ഹെയർ ഒരു മാസത്തിനുള്ളിൽ നീളം. ഒരു വർഷത്തിനുള്ളിൽ അത് 6 ഇഞ്ചാണ് നീളം വയ്ക്കുക നമ്മുടെ ഹെയർ. നോർമൽ ആയിട്ടുള്ള കേസിലാണ് പറയണത്. 15 സെൻറ്റിമീറ്റർ പറയുമ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഹെയർ ലെങ്ത്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കുറച്ച് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. അത് ഓരോരുത്തരുടെ പാരമ്പര്യം, ഹെൽത്ത് കണ്ടീഷനൊക്കെ വെച്ചിട്ടിരിക്കും അതിൽ ചേഞ്ച് ഉണ്ടാവുക. നമ്മളെല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് ഹെയർ നല്ല നീളം വെക്കണം, അല്ലെങ്കിൽ ഹെയർ നല്ല സ്ട്രെങ്ത് ആയിട്ട് നല്ല സ്ട്രോങ് ആയി ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള കുറച്ച് മിസ്റ്റേക്സ് അല്ലെങ്കിൽ കെയർ ചെയ്യാണ്ടിരിക്കുക, ഹെൽത്ത് കണ്ടീഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ നോർമലായിട്ടുള്ള ആ ഹെയർ ഗ്രോത്തിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊക്കെ പരിഹരിച്ചിട്ട് നോർമലായിട്ടുള്ള ഹെയർ ഗ്രോത്തായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ നീളം ഇപ്പോൾ ഒരു ദിവസം ഉറങ്ങി എണീക്കുമ്പോഴേക്കിനൊന്നും നമ്മളുടെ ഹെയർ നീളമൊന്നും വെക്കില്ല. അത് വളരെ സ്ലോവിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഹെയർ കെയർ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമലായിട്ടുള്ള ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നോർമൽ കണ്ടീഷനിൽ നിന്ന് ഒരിക്കലും പെട്ടെന്നുള്ളൊരു ഗ്രോത്തിലോട്ട് ഇപ്പോൾ എന്ത് നമ്മൾ ചെയ്തെന്ന് വെച്ചാലും അതിൽ കൂടുതലൊന്നും ഒരിക്കലും ഹെയർ ഗ്രോത്ത് ചെയ്യില്ല. ഈ ഒരു ഫാക്റ്റ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ ഞാൻ പറയണതായാലും വേറെ ആര് പറയുന്നതായാലും നമ്മളുടെ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ കെയർ എന്നായാലും സ്കിൻ കെയർ ആയാലും ഇപ്പോൾ കുക്കിംഗ് വരെ ആയാലും നമ്മൾ ആരെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അപ്പാടെ വിശ്വസിച്ച് ചെയ്യരുത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ആ പറയുന്നത് ശരിയാണോ, അത് പ്രാക്ടിക്കലാണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വ്യൂവേഴ്സിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനീ പറയുന്ന 1 മന്തിൽ പറയുന്ന കാര്യങ്ങൾ ഹെയർ ഓയിലിംഗ് ആൻഡ് മസാജിങ്, അത് നമ്മളുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. അത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. പിന്നെ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീക്കിലി ഒരു പാക്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ കൂടെ ഒരു മാസം ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മളുടെ ഹെയർ റിയാക്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട്
കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് വേണമെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ വീക്കിലി ഹെയർ കെയർ വീഡിയോസ് ഇടുന്നത്. അതിൽ തന്നെ ഞാൻ എല്ലാ വീക്കിലും ഹെയർ പാക്കുകൾ ഇടാറില്ല. ഹെയറിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഹെയർ ഓയിലിംഗ് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും. അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ ദോഷമായിരിക്കും. നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്താലും കുറച്ച് ദോഷമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരാഴ്ചത്തെ ഗ്യാപ്പിലെങ്കിലും നമ്മൾ ഹെയറിൽ ഓരോന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പാക്കിലോട്ട് പോവാം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാക്കാണ് പറഞ്ഞു തരുന്നത്. ഞാനിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ നീളം വെക്കണത് മെയിനായിട്ടും ഈ ഒരു ഇത് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു 5 വർഷത്തോളമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലതാണ് ഹെയർ ഗ്രോ ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു കുഞ്ഞി പഴമാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പ ഉപയോഗിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. പഴത്തിൽ ധാരാളം പൊട്ടാസ്യം, നാച്ചുറൽ ഓയിൽസ്, വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഹെയർ നന്നായിട്ട് ഷൈൻ ചെയ്യാനും മോയ്സ്ചറൈസ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഡാൻഡ്രഫിൽ നിന്നും സ്പ്ലിറ്റ് എൻഡ്സിൽ നിന്നൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു എഗ്ഗ് എടുക്കാം. എഗ്ഗ് യോക്ക് നമ്മുടെ ഹെയർ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എഗ്ഗ് യോക്കിൽ ധാരാളം ന്യൂട്രിയൻസും വിറ്റാമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് വളരെയധികം നല്ലതും ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ഫുൾ ഓഫ് പ്രോട്ടീൻസ് ആണ്. ഇതിലൊരു ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അത് നമ്മുടെ ഹെയറിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാം, ഹെയറിലും. ഇനി ഇത് ഹെയറിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഹെയർ പാക്ക് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിൽ ഫുള്ളും തേച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്താൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഹെയറിൽ ഫുള്ള് ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ നമുക്ക് ചെയ്യാനായിട്ട്. പഴവും മുട്ടയും തൈരും കൂടി ആയിട്ട് നല്ലൊരു അടിപൊളി പാക്കല്ലേ ഇത്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ നല്ല സോഫ്റ്റ് ആവും. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. മുടി നല്ല സ്ട്രെയിറ്റൻ ചെയ്ത പോലെ കിടക്കും ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതെല്ലാം വീക്കെൻഡ്സിലുമാണ് ചെയ്യുക. അപ്പോൾ പുറത്തൊക്കെ പോകണമെങ്കിൽ എളുപ്പമല്ലേ, മുടി സ്ട്രെയിറ്റൻ ചെയ്ത് കിടക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഞാൻ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക, അതുപോലെ ചെയ്യുക. ഇനി അടുത്ത ആഴ്ച നമുക്ക് വേറൊരു പാക്ക് ഇട്ട് നോക്കാം. അപ്പോഴേക്കിനും ഏകദേശം ഒരു ചേഞ്ച് നമ്മുടെ ഹെയറിന് ഉണ്ടായിട്ടുണ്ടാവും. ഏകദേശം എല്ലാവർക്കും ഉണ്ടാവുന്ന ഹെയർ പ്രോബ്ലംസ് മാറുന്ന രീതിയിലുള്ള ഹെയർ പാക്സ് ആണ് ഞാനിപ്പോൾ ഓരോ വീക്സിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളിത് വീക്ക്ലി വൺസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഓയിലിങ്ങും കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഈ ഹെയർ പാക്ക് ഇടുക. അടുത്ത വീക്കിൽ ഞാൻ വേറൊരു ഹെയർ പാക്കുമായിട്ട് വരാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.